പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ മലേഷ്യൻ ടൂറിസ്റ്റ് വിസയുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. വിനോദസഞ്ചാരികൾ സന്ദർശിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന മുൻനിര ഏഷ്യൻ രാജ്യങ്ങളിൽപ്പെടുന്ന രാജ്യമാണ് മലേഷ്യ. കഴിഞ്ഞ വർഷമാണ് മലേഷ്യ ആദ്യമായി ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യക്കാർക്ക് സൗജന്യ സന്ദർശക വിസ സൗകര്യം ഏർപ്പെടുത്തിയത്. 2024 ഡിസംബർ 31 വരെയായിരുന്നു സൗജന്യ സന്ദർശക വിസ ഇളവ് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 2026 ഡിസംബർ 31 വരെ പ്രസ്തുത സൗകര്യം ദീർഘിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവ് വന്നതോടെ ഇനി വരുന്ന 2 വർഷത്തേക്ക് കൂടി ഇന്ത്യക്കാർക്ക് സൗജന്യമായി മലേഷ്യ സന്ദർശിക്കാനാവും. ഡിസംബർ 20 വെള്ളിയാഴ്ച ചേർന്ന പത്രസമ്മേളനത്തിൽ മലേഷ്യയുടെ ആഭ്യന്തര സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച പുതിയ പ്രഖ്യാപനം അറിയിച്ചത്. നിലവിൽ നിരവധി ഇന്ത്യക്കാരാണ് മലേഷ്യൻ ടൂറിസം ആസ്വദിക്കാനായി സന്ദർശക വിസ ഇളവ് പ്രയോജനപ്പെടുത്തുന്നത്. 2023 ഡിസംബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ ഗവൺമെന്റിന്റെ വിസ ഉദാരവൽക്കരണ പദ്ധതിയിലൂടെ ദേശീയ സുരക്ഷ നിലനിർത്തിക്കൊണ്ട് മലേഷ്യയിലെ വിനോദസഞ്ചാരം കൂടുതൽ സൗഹൃദപരമാക്കുന്നതോടൊപ്പം രാജ്യത്തേക്ക് കൂടുതൽ നിക്ഷേപം കൊണ്ടുവരികയും രാജ്യത്തിന്റെ സാമ്പത്തിക, ടൂറിസം മേഖലകളെ ഉത്തേജിപ്പിക്കുകയുമാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഏഷ്യയിലെ ഒരു ട്രാവൽ ഹബ് കൂടിയായ മലേഷ്യ സന്ദർശിക്കുന്നതോടൊപ്പം അയൽ രാജ്യങ്ങളായ സിംഗപ്പൂരും തായ്ലാന്റ്, ഇന്തോനേഷ്യയും കൂടി സന്ദർശിക്കുന്ന വിധം യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് താരതമ്യേന മൊത്തം ചിലവിൽ ഗണ്യമായ തുക മിച്ചം നേടാനാകും. വിസാരഹിത എൻട്രിയാണെങ്കിലും ഓരോ യാത്രക്കാരനും സന്ദർശക വിസയിൽ രാജ്യത്ത് പ്രവേശിക്കുന്നതിനുള്ള മലേഷ്യൻ എമിഗ്രേഷൻ നിയമങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കണം. സന്ദർശക വിസയുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക.